ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ സഹവാസവും എപ്പോഴും നമ്മൾക്ക് അനുഭവിച്ചറിയുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ്ലീഹ സഹനത്തെക്കുറിച്ച് പറയുകയാണ്. എല്ലായ്പ്പോഴും ഞങ്ങൾ ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല. ഞങ്ങൾ വിഷമിപ്പിക്കപ്പെടുന്നു, എന്നാൽ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, എന്നാൽ തകർക്കപ്പെടുന്നില്ല. ഞങ്ങളെ അടിച്ച് വീഴ്ത്തുന്നു, എന്നാൽ ഞങ്ങൾ തകർക്കപ്പെടുന്നില്ല. കർത്താവ് യേശുക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളിൽ പ്രത്യക്ഷമാകുന്നതിന് അവൻ്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ എല്ലായ്പ്പോഴും ഞങ്ങൾ സംവഹിക്കുന്നു. ജീവിതത്തിന് പല പ്രതിസന്ധികളുണ്ടാകുമ്പോഴും ഈശോ എൻ്റെ ശരീരത്തിലുണ്ട്, എന്നിലുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യമാണ്. അവൻ്റെ മരണത്തെ എപ്പോഴും കണ്ടുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ഞാൻ സംവഹിക്കുക. ഈശോയുടെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടണം. പ്രിയ സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മൾ പീഡിപ്പിക്കപ്പെടും, അടിച്ചു വീഴ്ത്തപ്പെടും, പല വിധത്തിലുള്ള ഞെരുക്കത്തിൽ നമ്മളായിത്തീരും, പല വിഷമങ്ങളിലൂടെയും നമ്മളിന്ന് കടന്നു പോകേണ്ടി വരും. ഇവയെല്ലാം യേശുക്രിസ്തുവിനെ പ്രതി സഹിക്കുവാനും അവന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനും ദൈവം ഇടവരുത്തും. ഉറച്ച ബോധ്യത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം. പ്രിയ സഹോദരങ്ങളെ, റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3-4 തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്: കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. പ്രൈസ് ലോർഡ്. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. അപ്പോൾ കഷ്ടത നമ്മളെ സഹനശീലത്തിലേക്കും, സഹനശീലം ആത്മധൈര്യത്തിലേക്കും, ആത്മധൈര്യം പ്രത്യാശയിലേക്ക് നമ്മൾ നയിക്കും. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. അപ്പോൾ സഹനങ്ങൾ വരുമ്പോൾ ഭയപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്. ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ക്ലേശങ്ങളെ പ്രതി വിലപിച്ചിരിക്കുകയല്ല വേണ്ടത്. നിന്നെ കരുതുന്ന ഒരു കർത്താവുണ്ട്, അവൻ നിനക്കെന്നും പ്രത്യാശയാണ്. ജീവിതത്തിൽ പല ഞെരുക്കങ്ങളും നമുക്ക് സംഭവിച്ചെന്നിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1-2 തിരുവചനം അതാണ് സൂചിപ്പിക്കുക. ഞാൻ യഥാർത്ഥ മുന്തിരിശാഖയാണ്, ഞാൻ യഥാർത്ഥ മുന്തിരിച്ചെടിയാണ്, എൻ്റെ പിതാവ് കൃഷിക്കാരനും. എന്നിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുന്നതിന് വേണ്ടി വെട്ടിയൊരുക്കുന്നു. ഫലം തരുന്നില്ല എങ്കിൽ, ഈശോയിൽ വസിച്ചിട്ട് നമ്മളിൽ ആത്മാവിന് ഫലങ്ങളില്ല എങ്കിൽ അവിടുന്ന് നീക്കിക്കളയുമെന്നും, ഫലങ്ങളുണ്ടെങ്കിൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി അവ വെട്ടിയൊരുക്കും എന്ന് പറയുക. വെട്ടുമ്പോൾ നമുക്ക് വേദനയുണ്ട്. ചില സഹനങ്ങളും ചില വേദനകളും നിന്നെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തിരിച്ചറിയണം. ഒരു സുഹൃത്ത് പങ്കുവച്ചത് ഞാൻ ഓർക്കുകയാണ്. ഈശോയെ പ്രതി അവൻ സകലതും സഹിക്കുവാനും ക്ഷമിക്കുവാനും തയ്യാറായി. അവൻ്റെ ജീവിതത്തിൽ ഒരു സ്വാർത്ഥ താല്പര്യമുണ്ടായിരുന്നു. അതവൻ്റെ കുടുംബമാണ്. അവൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അവൻ രാപകൽ അധ്വാനിച്ചു. കുടുംബത്തിൻ്റെ കടയ്ക്കൽ അവൻ
തന്നെ തന്നെ ബലിയർപ്പിക്കുവാൻ പോലും തയ്യാറായി. അവസാനം താൻ പ്രതീക്ഷിച്ച തൻ്റെ മക്കൾ ജോലിയിലെത്തിയപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ കാര്യം നീ അപ്പം നോക്കണ്ട, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം. അവൻ അതുവരെ സ്വകാര്യ അഹങ്കാരമായിരുന്നു അവൻ്റെ മക്കൾ. എന്നാൽ അവൻ തളർന്നുപോയി, അവൻ തകർന്നുപോയി എന്ന് വേണം പറയാം. പ്രിയ സഹോദരങ്ങളെ, ആ ശുശ്രൂഷകൻ്റെ മനസ്സ് പിടയ്ക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. അവൻ്റെ ഹൃദയത്തിൻ്റെ ഇടുപ്പ് ഞാൻ ശക്തമായി കേട്ടു. അവൻ പറഞ്ഞു, എല്ലാത്തിനേക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിച്ചു, എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ഒരു സ്വാർത്ഥതയായിരുന്നു എൻ്റെ മക്കൾ. അവർ കൈവിട്ടപ്പോൾ ദൈവസന്നിധിയിൽ അവൻ വിലപിച്ചു തുടങ്ങി. പ്രിയ സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ പല ക്ലേശങ്ങൾ വന്നെന്നിരിക്കും, നിന്നെ വെട്ടിയൊരുക്കിയെന്നിരിക്കും. അത് നീ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയിട്ടാണ്. സ്വാർത്ഥത വ്യർത്ഥമാണ് എന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞില്ലേ? നിന്നെ സംരക്ഷിക്കുവാനും നിന്നെ സഹായിക്കുവാനും നിന്റെ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക. അവൻ മാത്രമാണ് നിനക്ക് പ്രത്യാശ. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ എരിഞ്ഞടങ്ങുന്ന വിറക് കഷണത്തിൽ ഒരു പ്രത്യാശയും നമ്മൾ കാണുന്നില്ല. അവസാനം ചാരം മാത്രമാണ് കിട്ടുക. പ്രിയ സഹോദര, നീ എരിഞ്ഞടങ്ങുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി നീ എരിഞ്ഞടങ്ങുക. നീ ക്രിസ്തുവിന് വേണ്ടി ഉമ്മിത്തി പോലെ നീ എരിഞ്ഞടങ്ങുക. അത് നിന്റെ ആത്മാവിന് ഗുണം ചെയ്യുന്നതാണ്. പ്രൈസ് ദി ലോർഡ്.